നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എടാ, നീ എന്തൊന്നും മിണ്ടാത്തത്? വസു പറഞ്ഞതുപോലെ നിധിക്ക് പകരം ശിവാനിയെ കൊണ്ടുപോകാനാണോ നിന്റെ തീരുമാനം? ഒരു ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് പറയുമ്പോഴേ അത് കുട്ടികളെയല്ല, നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പബ്ലിസിറ്റിക്ക് ഉപയോഗിക്കും. അത് കാണുന്നവരൊക്കെ ശിവാനിയെ നിന്റെ ഭാര്യ എന്ന് തെറ്റിദ്ധരിക്കൂടാ. നീയും ശിവാനിയും ഒത്തുള്ള ഫ്ലെക്സ് ബോർഡൊക്കെ കണ്ട നിധിക്കത് സഹിക്കോ? വസുവിന്റെ ലക്ഷ്യം നിധിയെ തകർക്കുക എന്നുള്ളത് മാത്രം. ഒരു കാരണവശാലും ശിവാനി നിന്റെ ഒപ്പം വരാൻ പാടില്ല. എന്ത് വില കൊടുത്ത് അത് തടഞ്ഞേ പറ്റൂ. ശിവാനിക്ക് എന്താ ഒരു കുറവ്? ഒരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ നിധിയേക്കാളെ യോഗ്യത ശിവാനിക്കുണ്ട്. എന്ത് യോഗ്യത? കല്യാണ പന്തലിന്ന് വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടിയതോ? ഈ കുടുംബത്തെ സമൂഹത്തിന് മുൻപിൽ നാണം കെടുത്താൻ ശ്രമിച്ചതോ? അതോ നിന്റെ തോന്നിയാസങ്ങൾക്കല്ല അവൾ ഒത്താശ ചെയ്യുന്നതോ? ഞാൻ എന്ത് തോന്നിയാസം കാണിക്കുന്നു എന്നാ ഏട്ടത്തി പറയുന്നത്? ഇവന്റെ ഭാര്യ പോകേണ്ടടുത്ത് ശിവാനിയെ കൊണ്ടുപോകുന്നത് തോന്നിയാസല്ലേ? അതെങ്ങനെ തോന്നിയാസം ആവും? ഒരു ഷോ ബിസിനസിന് വേണ്ടതെല്ലാം നിധിയെക്കാളും കൂടുതൽ ശിവാനിക്കുണ്ട്. നിധി സകലരെയും വെല്ലുവിളിക്കുമ്പോ ശിവാനി എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറി അവരുടെ പ്രീതി പിടിച്ചു പറ്റും. അവൾക്ക് സംസാരിക്കാനും അറിയാം, അസലായിട്ട് ഡാൻസും കളിക്കും. അതൊക്കെ പോരെ ആപ്പിന്റെ ലോഞ്ചിങ്ങിന്? പക്ഷെ ഈ ലോകത്ത് ഞാൻ ഏറ്റവും വെറുക്കുന്നത് അവളെയാ. ആയിക്കോട്ടെ, അവളെ കല്യാണം കഴിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ആ ചടങ്ങിൽ പങ്കെടുത്ത് എല്ലാം ഭംഗിയായി നടത്തുക. തിരിച്ചു വന്നിട്ട് നീ വീണ്ടും അവളെ വെറുത്തോ? എനിക്കൊരു വിരോധവും ഇല്ല. നിധിയെ ദ്രോഹിക്കുക മാത്രം വസു നിന്റെ ലക്ഷ്യം. ഗൗതമിന്റെ കൂടെ ശിവാനി നിൽക്കുന്ന ഫോട്ടോസും വീഡിയോസും കണ്ട് നിധി വേദനിക്കണം. അതിനുവേണ്ടി തന്നെയാ നീ ഇങ്ങനെ ദൈവത്തിന് നിരക്കാത്തതൊക്കെ ചെയ്യുന്നത്. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞാൻ വിചാരിക്കുന്നതേ ഈ വീട്ടിൽ നടക്കൂ. ഈ വീടിന്റെ അധികാരി നീയായിരിക്കാം, പക്ഷെ ഗൗതമിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നതേ നീയല്ല, ഇവനും ഇവന്റെ ഭാര്യ നിധിയോ. അത് പറയേണ്ടത് ഏട്ടത്തിയല്ല, ഇവനാണ്. ഗൗതം പറ, മീറ്റിംഗിന് നിന്റെ ഒപ്പം ഈ വീട്ടിൽ നിന്ന് പോകുന്നത് നിധിയോ ശിവാനിയോ? നിധി എന്നാണ് നിന്റെ മറുപടി എങ്കിൽ പിന്നെ ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല. ഞാൻ മീറ്റിംഗിന് പോവാതിരുന്ന ഈ പ്രശ്നം തീരില്ലേ? ഇല്ല, നീ ശിവാനിയും കൂട്ടി പോണം. അതെന്റെ വാശിയാ. ഇവൻ മീറ്റിംഗിന് പോകുന്നുണ്ടെങ്കിൽ ഇവന്റെ കൂടെ ബ്രാൻഡ് അംബാസിഡർ ആവുന്നത് നിധിയായിരിക്കും. ആരും ആവശ്യമില്ലാതെ സംസാരിക്കണ്ട. അമ്മ പറയുന്നത് മാത്രമേ എനിക്ക് അനുസരിക്കാൻ പറ്റൂ. ഈ വീട്ടിൽ നിന്ന് മീറ്റിംഗിന് പോകുന്നത് ഞാനും ശിവാനിയും ആയിരിക്കും. ഏട്ടത്തി കേട്ടല്ലോ, ഇവനെ എന്റെ മോനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. ഇവനും ശിവാനിയും സ്റ്റേജിൽ തിളങ്ങും. ഏട്ടത്തിയുടെ നിധിയെ അത് കണ്ട് ലജ്ജിച്ച് തല താഴ്ത്തും. ഞാൻ പോയി ശിവാനിക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യട്ടെ. എടാ, വസുവിന്റെ വട്ടിനെ നീയും കൂട്ടി നിൽക്കുകയാണോ? നീതി കുറച്ചു ദിവസം മാറി നിന്നപ്പോഴേക്കും വസു നിന്നെ വീണ്ടും ചാക്കിലാക്കിയോ? ആരും വിഷമിക്കണ്ട. ഹാർട്ട് ബീറ്റ്സ് എന്ന ആപ്പിന് പേരിട്ടതും നമ്മളെ അതിന്റെ പാർട്ണറാക്കിയതും നിധിയാ. അതേ നിധി തന്നെ എന്റെ ബ്രാൻഡ് അംബാസിഡർ ആവും. അപ്പോ ശിവാനെ കൊണ്ടുപോകാന്ന് നീ വസുവിനോട് പറഞ്ഞതോ? ഈ വീട്ടിൽ നിന്ന് മീറ്റിംഗിന് പോകുന്നത് ഞാനും ശിവാനിയും ആയിരിക്കണമെന്നാ അമ്മ ആവശ്യപ്പെട്ടത്. അത് നടക്കും. ഈ വീട്ടിൽ നിന്ന് ഞാനും ശിവാനിയും പോവും. പക്ഷേ ബ്രാൻഡ് അംബാസിഡർ ആവാൻ പോകുന്നത് ഞാനും നിധിയായിരിക്കും. എടാ, അതെങ്ങനെ? നടക്കാൻ പോകുന്ന പൂരത്തെക്കുറിച്ച് വർണ്ണിക്കേണ്ട ആവശ്യമുണ്ടോ? നടത്തി കാണിച്ചാ പോരെ. പാറു ടെൻഷൻ അടിക്കാതെ ചെല്ല്. ഞാൻ നിധിയൊന്ന് വിളിക്കട്ടെ. ശരി. എടാ, നീ റെഡിയായോ? ആ, പ്രണവ് റെഡിയായ ഉടനെ ഇറങ്ങും. നീ എന്തോ ഡ്രാമ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷേ നിധിയെ വിളിച്ചപ്പോഴും അവളതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഒറ്റയ്ക്ക് തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് നടത്തുവാണോ?
പ്ലാനിങ് ഒറ്റയ്ക്ക് തന്നെ. പക്ഷേ നിധിക്കെല്ലാം അറിയാം. അവളെ മറിച്ച് ഞാൻ ഒന്നും ചെയ്യാറില്ലല്ലോ. ഓ, അപ്പൊ നീ നിന്റെ ഭാര്യയും കൂടി എല്ലാം അങ്ങ് തീരുമാനിച്ചു. ഞാനൊന്നും അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കണം അല്ലേ? പാറു എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഒരിക്കലും ശിവാനി എന്റെ കൂടെ ഹാർട്ട് ബീറ്റ്സിന്റെ ബ്രാൻഡ് അംബാസഡർ ആകില്ല. നിനക്കത് പറയാം. എടാ, അവള് നിന്റെ കൂടെ സ്റ്റേജിൽ പെർഫോം ചെയ്യാനുള്ള ഡാൻസ് ഒരു പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. ആ ഡാൻസ് അവള് കോൺഫറൻസിൽ കളിക്കില്ലേ, അവളുടെ മനസ്സിലേ കളിക്കും. അവളിന്ന് നാണം കെട്ട് പുളി കുടിക്കും. അഭിമാനം എന്നൊന്നുണ്ടെങ്കിൽ അവൾ ഇന്ന് ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല. ഇത്ര തർപ്പിച്ചു പറയാൻ എന്താ കാരണം? എന്നോടൊന്നും പറയടാ. ഓക്കെ, പാറുവിനെ ഇനിയും ടെൻഷൻ അടിപ്പിക്കുന്നില്ല. പറയാം. ഹാർട്ട് ബീറ്റ്സിന്റെ ബോർഡംഗങ്ങളിൽ ഭൂരിഭാഗവും എന്റെ പരിചയക്കാരാ. അവരാണ് ഇന്നത്തെ എന്റെ തുറുപ്പ് ചീട്ട്. മൈ ഗാഡ്. എടി ശിവാനി, നീ തുള്ളേണ്ടത് ഇവിടെ നിന്നല്ല, ഗൗതമിന്റെ കൂടെയാണ്. അതിനുള്ള റിഹേഴ്സലാണ് ആന്റി. സ്റ്റെപ്പ് വെച്ച് ഗൗതമിന്റെ മനസ്സിൽ കയറി പറ്റും. അതെ, മേക്കപ്പിൽ ഒരു കോംപ്രമൈസും പാടില്ല. ഗൗതമിന്റെ കാറില് അവന്റെ കൂടെ തന്നെ നീ പോകണം. നിങ്ങൾ അവിടെ ചെല്ലുന്ന വീഡിയോ എടുത്ത് എനിക്ക് നിധിക്ക് അയച്ചു കൊടുക്കണം. അത് കണ്ട് അവൾ ഉരുകണം. അവളെ നമുക്ക് ഒരുക്കാം ആന്റി. ആന്റി വീഡിയോ എടുക്കുമ്പോ ഞാൻ ഗൗതമിനെ കെട്ടിപ്പിടിച്ചോളാം. ശരി. ഈ ഒറ്റ ഷോയോടെ ഞാൻ രക്ഷപ്പെടും. ശിവാനി ആഷ് ലോക പ്രശസ്തിയാകും. നന്നായിട്ടുണ്ടടാ. ഓക്കെ, പാറു എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ നീട്ടി എന്നെ ഒന്ന് അനുഗ്രഹിച്ചേക്ക്. വെറും അനുഗ്രഹമല്ല, നീ ഉദ്ദേശിച്ച പോലെ എല്ലാം ഭംഗിയായിട്ട് നടക്കും. അതിന് ഞാൻ ഫംഗ്ഷൻ കഴിയുന്നത് വരെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കും. അവന്റെ കയറ് പൊട്ടിക്കുന്നുണ്ട്. പോയിട്ട് വരാം. ശരി. ഗൗതം, ഞാനും കൂടി വരുന്നു. ആന്റി, എന്നെ ഒന്ന് ഗ്രീറ്റ് ചെയ്തേക്കേ. നിന്നെ ഗ്രേറ്റ് അല്ല, കത്തിയെടുത്ത് ഞാൻ ഗ്രേറ്റ് ചെയ്യും. അയ്യോ ഗൗതം. തൊട്ടപ്പുറത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. 2 വണ്ടി കയറിയാ മതി. പ്രോഗ്രാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാറാവുമ്പത്തേക്ക് അങ്ങോട്ട് ചെല്ലാം. ആഹാ, നീ പോയില്ലേ ശിവാനി? ഗൗതം എന്നെ ചീറ്റ് ചെയ്തു. ഞാൻ വിളിച്ചിട്ട് വെയിറ്റ് ചെയ്യാതെ പോയി. സാരമില്ല, നീ എന്റെ കാറിൽ കയറി. എന്നാലും ഗൗതമിന്റെ കാർ ചെന്ന് ഇറങ്ങുന്നതായിരുന്നു ഒരന്തസ്. എങ്കിലേ നീ അവന്റെ കാറിൽ തന്നെ പോയാ മതി. ഞാൻ ഇറങ്ങുക. അല്ല ആന്റി, ഞാൻ വരാം. അയ്യോ, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിൽ വീഴാൻ പോകുന്ന വെള്ളരിക്കയും പടവലങ്ങി. കഷ്ടം.